ഇഷ്ടം, സിബി മലയിൽ, കലവൂർ രവികുമാർ, നല്ലൊരു സിനിമ തന്നെയാണ്. ആ ഇഷ്ടവും ആലോചിക്കുമ്പോൾ ആദ്യം കഥ ആലോചിക്കുമ്പോൾ കുഞ്ചാക്കോവിനായിരുന്നു അവരുടെ മനസ്സിൽ. പിന്നെയാണ് അവർ ദിലീപിൽ വന്നത്. ആ സിനിമ ശരിക്കും ദിലീപ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആ സമയത്തുള്ള ഒരു നടൻ ചെയ്താൽ ഈ ഒരു രസം നമ്മൾ ഇന്നും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ആ ഒരു സുഖം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ദിലീപിൻ്റെതായിട്ട് കൈനിട്ട കുറെ സീനുകളുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് എടുത്തു പറയാവുന്ന സീൻ, അതിൽ നെടുമുടി വേണുവിന്റെ അടുത്ത് ഒരു പറയുന്ന ഒരു ആ നവ്യ നായർ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്ന ഒരു രംഗം ദിലീപിൻ്റെതായ ഒരു തമാശയായിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഇമോഷണലി മാറുന്നു. അത് ദിലീപിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൽ ഫസ്റ്റ് സീൻ ദിലീപ് പോലീസ് സ്റ്റേഷനിൽ അച്ഛനും ആ ഇന്നസെന്റ് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ ദിലീപ് അങ്ങോട്ട് വരുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് നേരെ വന്നിട്ട് ഒരു ജാടയിൽ പറയുന്നുണ്ട്, ആരാണ് SI എന്ന് ചോദിക്കും. അപ്പൊ SI മറിയാമ്മ എന്ന് പറയുമ്പോൾ മറിയാമ്മ ആര് പറഞ്ഞാൽ കേൾക്കും എന്ന് ഒറ്റടിക്ക് ടോൺ മാറി താന്നിട്ട് പറയുന്നത്. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ദിലീപ് കൈന്നിട്ടുള്ളത്. അങ്ങനെ ദിലീപ് കൈന്നിട്ട് ആണ് ആ സിനിമ കുറെ കൊണ്ടുവരിക്കുന്നത്. എന്തായാലും ഇഷ്ടം സിനിമ നല്ലൊരു സിനിമയാണ്, തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. ഇത് കഴിഞ്ഞിട്ട് ആ ക്രിസ്മസിന് ഇറങ്ങിയ സിനിമ ദിലീപിന്റെ ഗുരുതുല്യനായ ലോഹിത സംവിധാനം ചെയ്ത സൂത്രധാരൻ സിനിമ അന്ന് തിയേറ്ററിൽ വിജയിച്ച സിനിമയല്ല. പക്ഷെ സൂത്രധാരൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. എനിക്ക് ആ സിനിമ ഇഷ്ടമാണ്. അത് ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രസം. നിങ്ങൾ അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ എത്തിയപ്പോഴാണ് വേറെ ഒന്ന് കൈവിട്ടു പോയ പോലെ തോന്നിയത്. എനിക്കതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്കതിലെ പാട്ടുകൾ, രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ, ആരോ എന്നുള്ള ആ ഒരു പാട്ട്, അതുപോലെ തന്നെ മീര ജാസ്മിന്റെ ഇൻട്രോ സീനിലെ പേരറിയാതെ ആ ഒരു സോങ്, നല്ല സോങ്സ് ആണ് അതിൽ. ദിലീപ് നന്നായി എന്താ പറയുക, ദിലീപിന്റെ വേറെ സ്നാപ്സ്റ്റിക് ഒന്നും അല്ലാതെ ദിലീപ് ലോഹിദാസ് പറഞ്ഞ പോലെ തന്നെ ദിലീപ് ചെയ്തു എന്നുള്ള നല്ല വൃത്തിക്ക് ദിലീപ് ചെയ്തൊരു സിനിമ തന്നെയാണ് ആ ഒരു സിനിമ. കലാഭവൻമണിയെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. കലാഭവൻമണിയുടെ ചില സിനിമകളുണ്ട് അതുപോലെ. എനിക്ക് ഉദ്യാനപാലകൻ, അങ്ങനെയുള്ള ചില സിനിമകൾ കലാഭവൻമണി ഒരു സപ്പോർട്ടിംഗ് റോളിൽ വന്ന് വളരെ കൺട്രോൾഡ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വില്ലനായിട്ട് ചോട്ടാ മുമ്പേക്കുണ്ട്. പക്ഷേ സൂത്രധാരൻ കലാഭവൻമണി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഹനീഫ ചെയ്തിട്ടുണ്ട്. അതിൽ കൊച്ചിൻ ഹനീഫയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു പണിക്കർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. കൊച്ചിൻ ഹനീഫയ്ക്കായാലും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സിനിമ മീര ജാസ്മിൻ എന്ന പുതുമുഖ നായിക വന്നു, കുറെ നല്ല പാട്ടുകൾ കിട്ടി. പക്ഷെ ആ സിനിമ അന്ന് പരാജയമായിരുന്നു.